ഞാനൊരു കിഴങ്ങ് ബജ്ജി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സബിൽ എപ്പോഴും പറയും നമുക്ക് കിഴങ്ങ് പൊരിച്ചാന്ന്. അപ്പോൾ കുറേ ദിവസമായി അവൻ പറയണം. അപ്പം എന്നാൽ നമുക്ക് കിഴങ്ങ് ബജ്ജി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം നല്ല മൊരിഞ്ഞ ബജ്ജിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കണ്ടേ. അപ്പോൾ അതാ ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല മൊരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 സ്പൂണ് കടലമാവാണ്. ഈ കടലമാവ് ഞാൻ ഉണ്ടാക്കിയതാണ്. റേഷൻ കടയിലെ കടല വെച്ച് പൊടിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിടാം. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, നമ്മൾ എരിവിനനുസരിച്ച് എത്ര എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു എരിവ് എത്ര വേണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇടുക. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ടുകണ്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു. ഇനി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് അപ്പസോഡ ഇട്ടുക്കണം കേട്ടോ, അതായത് ബേക്കിംഗ് സോഡ. ഈ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു മാവ് ഉണ്ടാക്കി വെക്കുക. ഒരു ഇഡ്ഡലിൻ്റെ മാവിൻ്റെയൊക്കെ ആ ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാ ഈ ഒരു ഇതിൽ. ഇനി നമുക്ക് ഞാൻ 2 കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 ഭാഗം ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട്. അത് കറിക്ക് ഇട്ടിക്കണ്. അപ്പോൾ അത് ചെറിയതാവും എഴുതിയിട്ട് അതവിടെ മുറിച്ചിട്ടു. അപ്പോൾ അത് സ്ലൈസായിട്ട് ഒന്ന് വെട്ടിയെടുത്തിക്കണം. ഇതാ കനം കുറച്ച്, എത്രയും കനം കുറച്ച് കിട്ടണമെന്ന് വെച്ചാൽ അത്രയും കനം കുറച്ച് വെട്ടിയെടുക്കണം. ഇതാ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മളിത് വേവിക്കാതെ പൊരിക്കല്ലേ, അപ്പോൾ വെന്ത് കിട്ടൂല. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാനിത് മുറിച്ചെടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ എണ്ണയൊക്കെ ചൂടായിക്കണ്. ഞാൻ മാവിൽ മുക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ പൊരിച്ച് കോരുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നാട്ടിട്ടില്ല, ചെറിയ ചട്ടി ആയതുകൊണ്ട് ഒന്നാട്ടത്. ഇങ്ങനെ 2 എണ്ണമൊക്കെ ഇട്ടാകുമ്പോൾ തട്ടിയിട്ടത് ശരിയാവില്ല. അപ്പോൾ അത് വീർത്ത് വരില്ല, അങ്ങനെ ഒട്ടി നിൽക്കും. അപ്പോൾ ഒരു ഭാഗം അയക്കണം, ഒരു ഭാഗം ഇട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മൂത്തിട്ട് കോരി എടുക്കുക. അങ്ങനെ ബജ്ജി നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കോരി എടുക്കുക. കണ്ടോ, നല്ല നെയ്യപ്പം പോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല വെന്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ മറ്റേ എല്ലാതും ഇതേപോലെ പൊരിച്ച് കോരുക. നമ്മൾ ബജ്ജി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിഴങ്ങ് നമ്മൾ ആ ഒരു സമയത്തിന് ആണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കിഴങ്ങ് കുറേ സമയം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ അതൊരു കറുപ്പ് കളറായി മാറും, കിഴങ്ങിന് നിറം മാറ്റം വരും. അപ്പോൾ ഒരു കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. പിന്നെ ആ സമയത്തൊക്കെ ഞാനിത് ഇതാക്കിയിട്ടത്. അപ്പോൾ അതേപോലെ എല്ലാതും കണ്ടോ പൊള്ളച്ച് വന്നിക്കണ്. അതേപോലെ എല്ലാ ഇതും മാവിൽ മുക്കിയിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കുക. അപ്പോൾ ബജ്ജി പൊരിയൊക്കെ ഇവിടെ കഴിഞ്ഞ് നല്ല ഉഷാറായിക്കണ്. നോമ്പ് തുറക്കണ സമയത്തൊക്കെയാണ് ഞാൻ ചൂടോടുകൂടി തിന്നാന്ന് എഴുതിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു ചട്ടിനി ഉണ്ട് കേട്ടോ. ആ ചട്ടിനീൻ്റെ വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ സമൂസ, കട്ലറ്റ്, അതിക്കൊക്കെ ആ ഒരു ചട്ടിനി നല്ല രസമാണ്. തേങ്ങയും അതുപോലെ ഇഞ്ചി, തൈരൊക്കെ പാടിട്ട് പച്ചമുളക് ഇട്ടടിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് ബജിക്കും അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.